എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ ഉച്ചക്കത്തെ ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പിയൊന്നും കൂടുതൽ ഷെയർ ചെയ്യുന്നില്ല, ഒന്നോ രണ്ടോ സിമ്പിളായിട്ട് പറയാം. അങ്ങനെ വല്ലപ്പോഴേ ചോറുണ്ടാക്കാറുള്ളൂ. ഇതിപ്പോൾ 2 ആഴ്ച കൂടിയിട്ടൊന്ന് ചോറുണ്ടാക്കിയതാണ്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആദ്യം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ശേഷം ചോറുണ്ടാക്കി. പിന്നെ താലോലി പച്ചമുളകും ഉപ്പിട്ട് വേവിച്ച് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് തേങ്ങയും മഞ്ഞളും ചേർത്ത് അരച്ചത് അതിലേക്ക് മിക്സ് ചെയ്ത് തിളപ്പിച്ച്, പിന്നെ ശേഷം വെളിച്ചെണ്ണയിൽ കടുകും കായമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച്. അതാണ് താലോലിക്ക്. ചിലപ്പം ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. തലശ്ശേരിയിൽ നിന്ന് പൊട്ടിക്ക എന്ന് പറയും, എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരറിയില്ല. പിന്നെ ക്യാരറ്റ് വറവുണ്ടാക്കി. വെണ്ട മുളകിട്ട്, വെണ്ട ജസ്റ്റ് ഒന്ന് കടുകും ഉലുവയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച ശേഷം വെണ്ടക്ക ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് അതിനുശേഷം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ വഴറ്റി പുളിയും മുളകിലിട്ട് മിക്സ് ചെയ്ത്. ഇത് ഇളവൻ പച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശേഷം കൂട്ടുകറി ഉണ്ടാക്കി. കൂട്ടുകറിയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാണ്. വെണ്ടക്ക മുളകിട്ടയിൽ എല്ലാം ആദ്യം ഫസ്റ്റിൽ തന്നെ നമ്മൾ കടുക് ഉലുവല പൊട്ടിച്ചതിന് ശേഷമാണ് അതൊക്കെ വഴറ്റാൻ. ശേഷം മീൻ മുളകിട്ട്, എന്തൊരു മാലാൻ എന്ന് പറഞ്ഞൊരു മീനാണ്, എല്ലാവർക്കും അറിയണ്ടാവുമെന്ന് അറിയില്ല. ശേഷം ചേന നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത്, പിന്നെ ആ ഫിഷ് ഫ്രൈ ചെയ്ത്. ഇത്രയൊക്കെയാണ് ഇന്നുണ്ടാക്കിയ സാധനങ്ങൾ. ഫിഷ് ഫ്രൈ, കൂട്ടുകറി, ക്യാരറ്റും ബീൻസും കൂടി വറുത്തത്, താലോലിക്കറി, വെണ്ട മുളക് കറി, ഇളവൻ പച്ചടി, ചേന ഫ്രൈ, ഫിഷ് മുളകിട്ടത്, ചോറ്. അങ്ങനെ എല്ലാം റെഡിയാക്കി ക്ലേ പോട്ടിൽ തന്നെ സെർവ് ചെയ്തു. ക്ലേ പോട്ടിൽ തന്നെ ടേബിളിലെത്തി എല്ലാവരും നന്നായിട്ട് കഴിച്ചു. എൻ്റെ ഈ ഉച്ചക്കത്തെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക. എല്ലാവരും എൻ്റെ ചാനലിലെ എല്ലാ വീഡിയോസും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.